ഇപ്പോൾ ഡിയർ സ്റ്റുഡൻസ്, ഞാൻ നമ്മൾ കഴിഞ്ഞ ജനുവരി 2026 എക്സാം എഴുതിയിട്ട് കിട്ടിയില്ല. അപ്പോൾ ഈ പറയുന്ന മെയ് 26 എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് ഇൻകം ടാക്സിൽ വരുന്ന പ്രധാനപ്പെട്ട മെയിനായിട്ടുള്ള അമെൻമെൻറ്റ്സ് ആണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് മെയ് 26 ആദ്യമായിട്ട് പഠിച്ച കുട്ടികളെ സംബന്ധിച്ച് പ്രശ്നമില്ല, നിങ്ങൾ പഠിച്ചിരിക്കുന്ന അപ്ഡേറ്റഡ് ആണ്. ബട്ട് പഴയത് പഠിച്ചിട്ട് ഇനിയിപ്പം ജാനുവരി 26 കിട്ടിയില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഇൻകം ടാക്സിൽ പ്രധാനപ്പെട്ട ഇൻ്റർമീഡിയറ്റിലെ സി ഇൻ്ററിൻ്റെ ഇൻകം ടാക്സിൻ്റെ അമെൻമെൻറ്റ്സ് ആണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് ഞാനൊരു ഓവറോൾ പറയാം. ഓവറോൾ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ചാപ്റ്റർ നമ്മുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണല്ലോ. അതിനകത്ത് പ്രത്യേകിച്ച് അമെൻമെൻ്റ് ഒന്നും ഇല്ല. നമ്മുടെ യൂഷ്വൽ ടെസ്റ്റുകളൊക്കെ തന്നെയാണ്. 182 ഡേയ്സ് ടെസ്റ്റ്, യൂണിവേഴ്സൽ കണ്ടീഷൻ, രണ്ടാമത്തെ 60+365, പിന്നെ 60+365 അപ്ലൈ ചെയ്യാൻ പറ്റാത്ത സ്പെഷ്യൽ കേസുകളിൽ തന്നെ ചില കേസിൽ നമുക്ക് 120+365 അപ്ലൈ ചെയ്യാം. അപ്പോൾ പിന്നെ സെക്ഷൻ 6 സബ് സെക്ഷൻ 1 ഡീംഡ് റെസിഡൻറ്റ്, അവിടെ ഒന്നും ഒരു മാറ്റമില്ല. അല്ല, സെയിം. ഫസ്റ്റ് ചാപ്റ്ററിൽ പ്രത്യേകിച്ചൊന്നും പറയില്ല. സാലറിയിലും അങ്ങനെ അമെൻമെൻ്റ് ഒന്നുമില്ല. സാലറിയിൽ എന്താ അമെൻമെൻറ്റ്? അങ്ങനെ പ്രത്യേകിച്ച് അമെൻമെൻ്റ് ഒന്നുമില്ല. റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്, അലവൻസ്, പെർക്യൂസിറ്റ്സ് എല്ലാം ആസ് യൂഷ്വൽ തന്നെയാണ്, നോ ചേഞ്ച്. ഹൗസ് പ്രോപ്പർട്ടിയിൽ അങ്ങനെ ചേഞ്ച് എന്ന് കാര്യമായിട്ട് നമ്മളെ സ്വാധീനിക്കുന്ന ഒരു ചേഞ്ച് അല്ല. എങ്കിലും ഒരു ചെറിയൊരു ചേഞ്ച് ഉള്ളത്, ഇതിനു മുമ്പ് അവർ ഹൗസ് പ്രോപ്പർട്ടിയിൽ സെൽഫ് ഓക്കുപ്പൈഡിൻ്റെ കൺസെപ്റ്റ്, അതായത് നമുക്കറിയാം ഡിഫോൾട്ട് ടാക്സ് റെജിമാർക്ക് സെൽഫ് ഓക്കുപ്പൈഡ് ഇല്ല, ഓപ്റ്റ് ഔട്ടുകാർക്ക് മാത്രമേ ഉള്ളൂ. ഓപ്റ്റ് ഔട്ടിൽ ടാക്സ് പേ ചെയ്യുന്ന അസസിക്ക് 2 വീട് വരെ സെൽഫ് ഓക്കുപ്പൈഡ് എടുക്കാമല്ലോ. അപ്പോൾ ഈ സെൽഫ് ഓക്കുപ്പൈഡ് എടുക്കുമ്പോൾ പണ്ട് അവർ പറഞ്ഞിരുന്നത്, ഒന്നുകിൽ നിങ്ങളത് സെൽഫ് ഓക്കുപ്പേഷൻ നിങ്ങൾ താമസിക്കണം, അല്ലെങ്കിൽ ഡ്യൂ ടു എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റീസൺ കൊണ്ട് നിങ്ങൾ വേറൊരു സ്ഥലത്തായതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ പറ്റുന്നില്ല, അത് കാരണം നിങ്ങളത് വെറുതെ പൂട്ടിയിട്ടിരിക്കുകയാണ്, സാരമില്ല, അത് സെൽഫ് ഓക്കുപ്പൈഡ് ആയിട്ട് സമ്മതിക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അവർ കൊണ്ടിരിക്കുന്ന അമെൻമെൻ്റ് എന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ എംപ്ലോയ്മെൻറ്റ് തന്നെ ആവണമെന്നില്ല, ഡ്യൂ ടു എനി റീസൺ നിങ്ങൾക്ക് ആ വീട്ടിൽ താമസിക്കാൻ കഴിയുന്നില്ല, സാധിക്കുന്നില്ല, അപ്പോൾ നിങ്ങൾ ആ വീട് വെറുതെ ഇട്ടിരിക്കുകയാണ്, പ്രശ്നമില്ല, അത് സെൽഫ് ഓക്കുപ്പൈഡ് ക്ലെയിം ചെയ്യാം, ലെറ്റ് ഔട്ട് ചെയ്യാതിരുന്നാൽ മതി. അപ്പം സെൽഫ് ഓക്കുപ്പൈഡ് വീട് 2 അത് താമസിക്കണമെന്ന് നിർബന്ധമില്ല. നേരത്തെ പറഞ്ഞിരുന്നത് എംപ്ലോയ്മെൻറ്റ് കൊണ്ട് നിങ്ങൾ ദൂരോട്ട് പോകുന്നത് കാരണം ഈ വീട് വെറുതെ ഇട്ടിരുന്നാലും അത് സെൽഫ് ഓക്കുപ്പൈഡ് ക്ലെയിം ചെയ്യാമെന്നാണ്. ഇപ്പോൾ അവർ വേർഡ് മാറ്റിയിട്ട് ഡ്യൂ ടു എനി റീസൺ നിങ്ങൾക്ക് ആ വീട് താമസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, അത് സെൽഫ് ഓക്കുപ്പൈഡ് എടുക്കാം. അല്ലാതെ ഹൗസ് പ്രോപ്പർട്ടിയിൽ വേറെ അമെൻമെൻ്റ് ഒന്നും ഇല്ല. PGBP അങ്ങനെ കാര്യമായ അമെൻമെൻ്റ് ഒന്നുമില്ല. PGBPക്കകത്ത് പ്രത്യേകിച്ച് ഒരു ചേഞ്ചും ഇല്ല, നോ ചേഞ്ചസ് ഇൻ PGBP, റൈറ്റ്? അങ്ങനെ തന്നെ പറയാം, ഒരു ചേഞ്ചും ഇല്ല PGBക്കകത്ത്. അപ്പോൾ പിന്നെ നമുക്കുള്ളതാ പിന്നെ ക്യാപിറ്റൽ ഗെയിൻ. ക്യാപിറ്റൽ ഗെയിനിൽ കുറച്ച് ചേഞ്ചുകളുണ്ട് കേട്ടോ. അപ്പോൾ ക്യാപിറ്റൽ ഗെയിനിൽ പ്രധാനപ്പെട്ട റേറ്റുമായി ബന്ധപ്പെട്ട ചേഞ്ചാണ്. നിങ്ങൾ ഈ ജാൻ 26 എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾ, നിങ്ങൾ പഠിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് 23 ജൂലൈ 2024 മുമ്പ് ട്രാൻസ്ഫർ നടന്നാൽ ഇൻഡെക്സേഷൻ എടുക്കാം. 23 ജൂലൈ 2024 ശേഷമാണെങ്കിൽ ഇൻഡെക്സേഷൻ എടുക്കാൻ പറ്റില്ല. ഇപ്പോഴും അതൊക്കെ തന്നെയാണ്, അതിൽ മാറ്റമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ജാൻ 26 എക്സാമിന് പോകുമ്പോൾ നിങ്ങൾ 2 റേറ്റ് പഠിക്കണമായിരുന്നല്ലോ. 23 ജൂലൈക്ക് മുമ്പാണെങ്കിൽ വിത്ത് ഇൻഡെക്സേഷൻ 20, 23 ജൂലൈക്ക് ശേഷമാണെങ്കിൽ വിത്തൗട്ട് ഇൻഡെക്സേഷൻ ഈ നമ്മുടെ 12.5%. അങ്ങനെ റേറ്റാണല്ലോ പഠിച്ചത്. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. കാര്യം നമ്മളെ സംബന്ധിച്ച് കറണ്ട് ഇയർ 25-26, മെയ് 26 എന്ന് പറയുമ്പം പ്രീവിയസ് ഇയർ 25-26 അല്ലേ, അസസ്മെൻറ്റ് 26-27 അല്ലേ. അപ്പോൾ മെയ് 26 ആയാലും സെപ്റ്റംബർ 26 ആയാലും ജാൻ 27 എക്സാം ആയാലും ഇതാണ് നമ്മുടെ പ്രീവിയസ് ഇയർ 25-26 പ്രീവിയസ് ഇയർ ആണ്. അസസ്മെൻറ്റ് 26-27 ആണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ട്രാൻസ്ഫർ ഡേറ്റ് എന്തായാലും നമ്മുടെ പ്രീവിയസ് ഇയറിലായിരിക്കും ട്രാൻസ്ഫർ നടക്കുക, 25-26 ട്രാൻസ്ഫർ എന്ന് പറയുക. അതുകൊണ്ട് നിങ്ങൾ പുതിയ റേറ്റ് അറിഞ്ഞാൽ മതി. 12.5% ആണ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെ റേറ്റ് ഓഫ് ടാക്സ്. പക്ഷേ എന്നിരുന്നാലും റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ, റെസിഡൻറ്റ് HUF ആയിട്ടുള്ള ഒരാൾ 23 ജൂലൈ 2024 മുൻപാണ് ലാൻഡോ ബിൽഡിങ്ങോ പർച്ചേസ് ചെയ്തത്, ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇപ്പോഴാണ്. 23 ജൂലൈ 2024 ശേഷം ഇപ്പോഴാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ആ കേസിൽ നമുക്ക് മറ്റേ ടാക്സ് ലൈബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഇൻഡെക്സേഷൻ ഒന്നും എടുക്കരുത്, ക്യാപിറ്റൽ കമ്പ്യൂട്ടേഷനകത്ത് ഇൻഡെക്സേഷൻ ഇല്ലാതെ തന്നെ ചെയ്യണം. പക്ഷേ ടാക്സ് ലൈബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ രണ്ടും ചെയ്ത് നോക്കണം. വിത്തൗട്ട് ഇൻഡെക്സേഷൻ 12.5% ടാക്സ്, വിത്ത് ഇൻഡെക്സേഷൻ 20% ടാക്സ്. രണ്ടും ചെയ്ത് നോക്കിയിട്ട് ബെറ്റർ നമുക്ക് ഏത് ടാക്സ് ആണ് കുറവാത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇത് ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്ന ഓപ്ഷനാണ്. കമ്പ്യൂട്ടേഷനകത്ത് ഇൻകം കമ്പ്യൂട്ട് ചെയ്ത് ക്യാപിറ്റൽ കമ്പ്യൂട്ട് ചെയ്ത് വെക്കുന്നതിനകത്ത് ഇൻഡെക്സേഷൻ ഒന്ന് കാണിച്ച് വെക്കൽ വെട്ടിപ്പള്ളകളെയും. ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണിത്. അത് ഞാൻ നേരത്തെ വ്യക്തമായിട്ട് ഇതിനുള്ള നമ്മുടെ പല അമെൻമെൻറ്റ് വീഡിയോസിലും ഞാനത് കറക്റ്റ് കൺസെപ്റ്റ് ക്ലാരിഫൈ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ പലപ്പോഴും എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്തൗട്ട് ഇൻഡെക്സേഷൻ ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്ത് വയ്ക്കുമ്പോൾ കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിൻ ചിലപ്പോൾ 50 ലക്ഷത്തിൻ്റെ മുകളിൽ പോകും. പക്ഷേ നമ്മൾ ടാക്സ് എടുക്കുന്നത് ചിലപ്പോൾ വിത്ത് ഇൻഡെക്സേഷൻ ചെയ്തിട്ട് 20% ആയിരിക്കും. സർചാർജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ടോട്ടൽ ഇൻകം 50 ലക്ഷം കഴിഞ്ഞാൽ നോക്കിയിട്ടാണ്. അപ്പോൾ സർചാർജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടോട്ടൽ ഇൻകത്തിനകത്ത് ഇൻഡെക്സേഷൻ ഇല്ലാതെ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപിറ്റൽ ഗെയിൻ ആണ് പരിഗണിക്കുക. അപ്പോൾ അതിന് ഇമ്പാക്റ്റ് ഉണ്ട്. കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഇൻഡെക്സേഷൻ ഇല്ല, പക്ഷേ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻഡെക്സേഷൻ എടുക്കാം.
ഓപ്ഷനായിട്ട് 23 ജൂലൈ 2024 മുമ്പ് മേടിച്ച ലാൻഡും ബിൽഡിങ്ങും ഇപ്പോൾ വിൽക്കുന്നു അസസി ഇൻഡിവിജ്വൽ ഓർ HF. ഗോട്ട് ഇറ്റ്? അപ്പോൾ അത് നിങ്ങൾ നേരത്തെ പഠിച്ചു വരണം, മാറ്റമൊന്നുമില്ല. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെ റേറ്റ് ഓഫ് ടാക്സ് 12.5% ആണ്. പിന്നെ അടുത്ത് ക്യാപിറ്റൽ ഗെയിനിലെ ഒരു പ്രധാനപ്പെട്ട അമെൻമെൻ്റ് എന്ന് വെച്ചാൽ നമ്മുടെ 112 എന്ന് പറയുന്ന സ്പെഷ്യൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടല്ലോ, ആ സ്പെഷ്യൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെ റേറ്റ് ഓഫ് ടാക്സ് 1,25,000 രൂപ വരെ റേറ്റ് ഓഫ് ടാക്സ് നില്ലാണ്. 1,25,000 മുകളിലേക്ക് 12.5% ആണ്. മറ്റേ 111 ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഇല്ലേ, STT അടയ്ക്കുന്ന ലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസ്, ഇക്വിറ്റി ഓറിയൻറ്റഡ് യൂണിറ്റ്സ് വിറ്റപ്പ് STT അടച്ചു, ഷോർട്ട് ടേം 12 മാസം ആയിട്ടില്ല വിൽക്കുന്നു. അതിൻ്റെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെ പഴയ റേറ്റ് എങ്ങനെ? നമ്മൾ പറഞ്ഞിരുന്നത് 15% എന്നാണ്. ഇപ്പോൾ അതിൻ്റെ റേറ്റ് മാറി, അതിൻ്റെ റേറ്റ് 20 ആണ്. അപ്പോൾ 111 സ്പെഷ്യൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ സെക്ഷൻ 111 സ്പെഷ്യൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെ റേറ്റ് ഓഫ് ടാക്സ് 20% ആണ്. ഓക്കെ, അപ്പോൾ 112 111 നമ്മുടെ സ്പെഷ്യൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസ് STT ലോങ് ടേം അപ് ടു 1.25 നിൽ എക്സസിന് 12.5% ആണ്. പിന്നെ 111 സ്പെഷ്യൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനെ സംബന്ധിച്ച് റേറ്റ് ഓഫ് ടാക്സ് 20% ആണ്. അപ്പോൾ ക്യാപിറ്റൽ ഗെയിനിൽ ഈ ഒരു റേറ്റിൻ്റെ വ്യത്യാസമാണ് പ്രധാനമായിട്ട്. പിന്നെ നിങ്ങൾ ലാസ്റ്റ് ടൈം വരെ നിങ്ങൾ 2 റേറ്റ് പഠിച്ചില്ലേ, ഇനി മുതൽ ആ 2 റേറ്റ് പഠിക്കേണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് നമ്മളെ സംബന്ധിച്ച് കറണ്ട് ഇയറിലായിരിക്കും ട്രാൻസ്ഫർ നടക്കുന്നത്. അപ്പോൾ കറണ്ട് ഇയറിൽ ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്, നിങ്ങൾ പുതിയ റേറ്റ് മാത്രം പഠിച്ചാൽ മതി, പഴയ റേറ്റ് പഠിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ക്യാപിറ്റൽ ഗെയിനകത്ത് വേറെ ചേഞ്ചുകൾ ഒന്നുമില്ല, എക്സാംഷൻ ആയാലും ബാക്കിയൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, അങ്ങനെ കാര്യമായ അമെൻമെൻറ്റുകളൊന്നും ഇവിടെ വന്നിട്ടില്ല. മെയിനായിട്ട് ഞാൻ ഈ പറഞ്ഞ പിന്നെ റേറ്റ് ഓഫ് ടാക്സിലാണ് വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ 1.25 വരെ 112 നില്ലാണ്, എക്സസിന് 12.5% ആണ്, 1.25 ലാക്സ് വരെ നില്ലാണ്. 111 20% ആണ്. അതൊരു അമെൻമെൻ്റാണ്, പ്രധാനപ്പെട്ട ഒരു റേറ്റിൽ അമെൻമെൻ്റാണ് ക്യാപിറ്റൽ ഗെയിനിൽ ശ്രദ്ധിക്കാനുള്ളത്. വേറെ ക്യാപിറ്റൽ ഗെയിനിൽ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള അമെൻമെൻ്റ് ഒന്നും ഇല്ല. ഇൻകം ഫ്രം അതർ സോഴ്സിൽ ഉണ്ടോ? ഇല്ല. ഇൻകം ഫ്രം അതർ സോഴ്സിലും അങ്ങനെ കാര്യമായ അമെൻമെൻറ്റുകളൊന്നും തന്നെ ഇല്ല. പിന്നെ ഒരു കാര്യം പറയാൻ പറ്റുന്നത്, നമ്മൾ ഡിവിഡൻഡ് പഠിക്കുമ്പോഴേ ഇൻകം ഫ്രം അതർ സോഴ്സിനകത്ത് ഡിവിഡൻഡ് പഠിക്കുമ്പോൾ പണ്ട് നമ്മൾ ബൈബാക്കിൻ്റെ ഒരു കാര്യം പറയുന്നത് എങ്ങനെയാണ്, ഒരു പർട്ടിക്കുലർ ഡേറ്റ് 1 ഒക്ടോബർ എന്നൊരു ഡേറ്റ് വെച്ചിട്ട് ആ ഡേറ്റിന് മുമ്പ് ബൈബാക്ക് നടത്തിയാൽ കമ്പനി ബൈബാക്ക് ടാക്സ് അടയ്ക്കണം, ആ ഡേറ്റിന് ശേഷമാണെങ്കിൽ ഡിവിഡൻഡ് എന്നല്ലേ. എന്തായാലും ഇനി മുതൽ നമ്മൾ ആ ഡേറ്റ് കഴിഞ്ഞല്ലോ, അപ്പോൾ 2025-26 പ്രീവിയസ് ഇയർ, അപ്പോൾ ബൈബാക്ക് നടത്തിയാൽ ഒരു കമ്പനി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഷെയറിൻ്റെ ബൈബാക്ക് നടത്തി കഴിഞ്ഞാൽ അത് ഡിവിഡൻഡ് ആയിട്ട് ടാക്സ് ചെയ്യും ഷെയർ ഹോൾഡർ കയ്യിൽ. സെക്ഷൻ 222F, അതിനനുസരിച്ച് വേറെ എക്സ്പെൻസ് ഒന്നും കുറയ്ക്കാനും പറ്റത്തില്ല. അത് നേരിട്ട് ഷെയർ ഹോൾഡർ കയ്യിൽ ഡിവിഡൻഡ് ആയിട്ട് ടാക്സ് ചെയ്യും, ബൈബാക്ക് നടത്തുമ്പോൾ കിട്ടുന്ന കാശ്. ഇനി ആ ബൈബാക്കിന് വിധേയമായ ഷെയറിൻ്റെ കോസ്റ്റ് അപ്പോൾ എന്ത് ചെയ്യും, അത് അയാൾക്ക് ക്യാപിറ്റൽ ലോസ് ആയിട്ട് ക്യാപിറ്റൽ ഗെയിൻ ഹെഡിൽ ലോസ് ആയിട്ടും ക്ലെയിം ചെയ്യാം. അപ്പോൾ ബൈബാക്കിൽ കിട്ടുന്ന കൺസിഡറേഷൻ മൊത്തം ഡിവിഡൻഡ് 222F, അതിൻ്റെ കോസ്റ്റ് മൊത്തം ക്യാപിറ്റൽ ലോസ്. അപ്പോൾ ഇനി മുതൽ ബൈബാക്ക് ടാക്സ് ഇല്ല. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ പഠിക്കുമ്പോൾ 2 ആയിട്ടാണ് പഠിക്കുന്നത്. ഒരു ഡേറ്റിന് പർട്ടിക്കുലർ ഡേറ്റ് 1/10/2025 മുമ്പാണെങ്കിൽ, അല്ലെ 24 മുമ്പാണെങ്കിൽ കമ്പനി ബൈബാക്ക് ടാക്സും, അതിന് ശേഷമാണ് ബൈബാക്ക് നടക്കണമെങ്കിൽ ഡിവിഡൻഡ് ഒന്നും വരും. ഇനി മുതൽ അങ്ങനെയല്ല, ഡിവിഡൻഡ് മാത്രമേ ഉള്ളൂ. വേറെ IFOസിൽ കാര്യമായ അമെൻമെൻ്റ് ഒന്നുമില്ല, ക്ലബിങ്ങിൽ അമെൻമെൻ്റ് ഒന്നുമില്ല, സെറ്റ് ഓഫിൽ അമെൻമെൻ്റ് ഒന്നുമില്ല. ചാപ്റ്റർ 6A എന്തെങ്കിലും അമെൻമെൻ്റ് ഉണ്ടോ? ഇല്ല. ചാപ്റ്റർ 6A അങ്ങനെ പ്രത്യേകിച്ച് പറയത്തക്ക അമെൻമെൻ്റ് ഒന്നുമില്ല. ആകെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ 6A NBS ഉണ്ടല്ലോ, നാഷണൽ പെൻഷൻ സ്കീം എന്ന് പറഞ്ഞ NBS എന്ന് പറഞ്ഞ സാധനം, 80CCD. അപ്പോൾ ആ 80CCDക്ക് അകത്തെ അവരിപ്പോൾ ഒരു സംഭവം കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ പറയുന്ന എന്താണ്, നമ്മുടെ മൈനറിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി വാത്സല്യ സ്കീം എന്നും പറഞ്ഞൊരു സ്കീം അവർ കൊണ്ടുവന്നു, വാത്സല്യ സ്കീം. അപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ചിരുന്നത് നോട്ടിഫൈഡ് പെൻഷൻ സ്കീം, നാഷണൽ പെൻഷൻ സ്കീമിലോട്ടൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പൈസ, അതിൽ തന്നെ എംപ്ലോയിയുടെ സ്വന്തം കോൺട്രിബ്യൂഷൻ ഉണ്ട്, എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. എംപ്ലോയിയുടെ സ്വന്തം കോൺട്രിബ്യൂഷൻ ആദ്യം 80CCD സെക്ഷൻ 1B എന്ന് പറയുന്ന സെക്ഷൻ 50,000 വരെ ക്ലെയിം ചെയ്യാം. എന്നിട്ട് അതിൽ കൂടുതലുള്ളത് ആണെങ്കിൽ നമ്മൾ 80CCD സബ്സെക്ഷൻ പിന്നെ 1 തന്നെ പോയിട്ട് ബാക്കിയുള്ളത് അപ് ടു 10% ഓഫ് ബേസിക് പ്ലസ് DA ഫോമിംഗ് ബട്ട് ഓഫ് സാലറി വരെ ക്ലെയിം ചെയ്യാം. പിന്നെ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ CCD 2 ക്ലെയിം ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് അവരിപ്പോൾ പുതിയൊരു സംഭവം കൂടെ കൊണ്ടുവന്നു, അതായത് NPS വാത്സല്യ സ്കീം. അതായത് മൈനറിൻ്റെ വെൽബീയിങ്ങിന് വേണ്ടിയുള്ള സ്കീമാണ് ഇത്. മൈനർ ചൈൽഡിൻ്റെ വെൽബീയിങ്ങിന് വേണ്ടി ഗവൺമെൻറ് കൊണ്ടുവന്നൊരു സ്കീമാണ് NPS വാത്സല്യ സ്കീം. അപ്പോൾ ഈ NPS വാത്സല്യ സ്കീമിൽ 18 വയസ്സ് തികയാത്ത മൈനർ കുട്ടിയുടെ പേരിൽ അച്ഛനും അമ്മയ്ക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാം. എന്നിട്ട് ആ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പൈസയ്ക്ക് ഇതേ പറഞ്ഞ ലിമിറ്റ് തന്നെയാണ്, വേറെ പുതിയ ലിമിറ്റൊന്നുമില്ല, അവർക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. ഇതാണ് NPS വാത്സല്യ സ്കീം എന്ന് പറയുന്ന സാധനം. അതും കൂടെ വന്നിട്ടുണ്ട്. ലിമിറ്റും ബാക്കിയെല്ലാം സെയിം തന്നെയാണ്, അവിടെ നിന്ന് ഒരു മാറ്റവും ഇല്ല കേട്ടോ, ഒരു മാറ്റവും ഇല്ല. ലിമിറ്റുകളെല്ലാം സെയിം തന്നെ. 50,000 അതുപോലെ എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അത് CCD 2 എടുക്കാം, അതൊക്കെ സെയിം തന്നെ, അവിടെ നിന്ന് ഒരു മാറ്റവും ഇല്ല. ആകെയുള്ള സംഭവം എന്ന് വെച്ചാൽ ഒരു കാര്യം കൂടി ഇതിനകത്ത് വന്നു എന്ന് മാത്രമേ ഉള്ളൂ, 80CCDക്കകത്ത്, ദാറ്റ് ഈസ് NPS വാത്സല്യ സ്കീം കൊണ്ടുവന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് 80CCDയിൽ ചാപ്റ്റർ 6A. വേറെ ചാപ്റ്റർ 6A അങ്ങനെ അമെൻമെൻ്റ് എന്ന് പറയാൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ചാപ്റ്റർ 6 അമെൻമെൻ്റ് ഇല്ല. അപ്പോൾ ഈ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, വേറെ അമെൻമെൻറ്റ്സ് അതിനകത്തില്ല. ഇനി അടുത്തെന്താ,
അടുത്ത പ്രധാനപ്പെട്ട അമെൻമെൻറ്റ് വരുന്ന ഏരിയ TDS ആണ്. അപ്പോൾ TDSനകത്ത് പല സെക്ഷൻസിലെയും റേറ്റുകൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ത്രഷോൾഡ് ലിമിറ്റുകളും അതിനകത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ TDSൻ്റെ ആ റേറ്റ് ചേഞ്ചുകളും ത്രഷോൾഡ് ലിമിറ്റുകളുമാണ് നമ്മൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കാനുള്ളത്. ഇതിൽ 192 TDS ഓൺ സാലറിയാണ്. അവിടെ അങ്ങനെ കാര്യമായിട്ടുള്ള അമെൻമെൻറ്റുകളൊന്നും തന്നെ ഇല്ല. പിന്നെ TDSൻ്റെ 192ൽ വന്നിരിക്കുന്ന ഒരു ചെറിയൊരു അമെൻമെൻ്റ് എന്ന് വെച്ചാൽ ഈ എംപ്ലോയിയുടെ ടാക്സബിൾ സാലറി കാൽക്കുലേറ്റ് ചെയ്തിട്ട് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമല്ലോ. എന്നിട്ട് ആ ടാക്സ് ആണല്ലോ TDS ആയിട്ട് ഡിഡക്ട് ചെയ്യേണ്ടത്. ആ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എംപ്ലോയിക്ക് വേറെ സെക്ഷനുകളിൽ TDS ഉണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ വേറെ ഇൻകം ഉണ്ടെങ്കിൽ അതും പരിഗണിക്കാൻ പറയുന്നുണ്ട് 192 സാലറിക്കകത്ത്. അപ്പം എംപ്ലോയിയുടെ ഒരു ടോട്ടൽ ഇൻകത്തിൻ്റെ കാൽക്കുലേഷൻ തന്നെ എംപ്ലോയർ ചെയ്യുകയാണ്. അപ്പോൾ അന്നേരം എംപ്ലോയിക്ക് വേറെ ഹെഡുകൾ ഇൻകം ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്നൊക്കെ വേറെ TDSകൾ കട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എംപ്ലോയർ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ TDSകളും കൂടെ കുറച്ചതിന് ശേഷം റിമൈനിങ് വരുന്ന ടാക്സ് ആണോ TDS ആയിട്ട് 192ൽ കട്ട് ചെയ്യേണ്ടത്, അതോ മറ്റ് സെക്ഷനുകളിൽ TDSും TCS ഒന്നും പരിഗണിക്കേണ്ടതെന്നൊരു ചോദ്യം വന്നു. അപ്പോൾ അവർ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. എംപ്ലോയിക്ക് വേറെ ഏതെങ്കിലും TDS ഉണ്ടെങ്കിൽ, ഉദാഹരണത്തിന് എംപ്ലോയി ആ വർഷം 1 കോടി രൂപയുടെ മുകളിൽ ക്യാഷ് വിഡ്രോ ചെയ്തിട്ട് 194N ക്യാഷ് വിഡ്രോയുടെ TDS 194N, അതല്ലെങ്കിൽ 206 പിന്നെ C1G എന്നുള്ള സെക്ഷൻ ഇപ്പോൾ ഇല്ല, ആ 1G ഉണ്ട് നമ്മുടെ ഫോറിൻ കറൻസി, അപ്പോൾ അതിൻ്റെ TCSO 206 C1Fൽ കാറൊക്കെ മേടിച്ചതിൻ്റെ TCSO അങ്ങനെ എന്തെങ്കിലും TCSും TDS ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ പറ്റുമെന്നൊരു ചോദ്യം വന്നു. അത് കുറയ്ക്കാം. അതൊക്കെ കുറച്ചതിന് ശേഷം റിമൈനിങ് ടാക്സ് TDS ആയിട്ട് ഡിഡക്ട് ചെയ്താൽ മതി. അല്ലാതെ വേറെ ഒരു അമെൻമെൻ്റ് ഒന്നും സാലറിക്കകത്തില്ല 192ൽ. 192A പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നുമില്ല, പഴയ ലിമിറ്റ് തന്നെയാണ്. 50,000 കഴിഞ്ഞാൽ 50,000 ഓർ മോർ TDS റേറ്റ് 10% മാറ്റമൊന്നുമില്ല. 193ൽ ഒരു അമെൻമെൻ്റ് ഉണ്ട്. 193 TDS ഓൺ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് അല്ലേ. ഇത്രയും നാൾ 193 സെക്ഷനകത്ത് ത്രഷോൾഡ് ലിമിറ്റ് പറഞ്ഞിട്ടില്ലായിരുന്നു. എത്ര രൂപയായാലും സെക്യൂരിറ്റീസിന് ഇൻട്രസ്റ്റിന് TDS വേണമെന്നായിരുന്നു. ഇപ്പോൾ നമ്മുടെ 25-26 പ്രീവിയസ് ഇയർ തൊട്ട്, അതായത് അസസ്മെൻറ്റ് 26-27 തൊട്ട് ത്രഷോൾഡ് ലിമിറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ സെക്യൂരിറ്റീസിന് ഇൻട്രസ്റ്റ് 10,000 രൂപ കഴിഞ്ഞാൽ TDS ആപ്ലിക്കബിൾ ആണ്. റേറ്റ് ഒന്നും മാറ്റില്ല, റേറ്റ് പഴയ റേറ്റ് തന്നെ 10% തന്നെ. ത്രഷോൾഡ് ലിമിറ്റ് 10,000 ഉണ്ട്. 10,000 കഴിഞ്ഞാൽ മതി. അതുകൊണ്ട് തന്നെ TDS നോട്ട് ആപ്ലിക്കബിൾ എന്നും പറഞ്ഞിരിക്കുന്ന സെക്യൂരിറ്റികളിൽ ചിലതിൻ്റെയൊക്കെ നേരത്തെ പറഞ്ഞിരുന്ന കണ്ടീഷൻ 10,000-ൽ കൂടാതിരുന്നാൽ TDS വേണ്ടെന്നാണ് ചില ഗവൺമെൻറ് സെക്യൂരിറ്റികൾക്ക്. ഇനി മുതൽ അതിന് റിലവൻസ് ഇല്ല. കാരണം ഈ സെക്ഷൻ്റെ ത്രഷോൾഡ് തന്നെ 10,000 ആണല്ലോ. അപ്പോൾ 10,000 കഴിഞ്ഞാലല്ലേ TDS വരുള്ളൂ. 10,000-ന് താഴെയാണെങ്കിൽ അല്ലെങ്കിൽ TDS വേണ്ട. അതുകൊണ്ട് ആ പോയിന്റിൽ, അതായത് നോട്ടിഫൈഡ് സെക്യൂരിറ്റികൾ ഇഷ്യൂഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, TDS നോട്ട് ആപ്ലിക്കബിൾ എന്ന് പറയുന്ന ആ പോയിന്റിന് ഇനി വലിയ പ്രാധാന്യമില്ല എന്ന് സാരം. ഓക്കെ. പിന്നെ വേറെ കാര്യമായിട്ടുള്ള ചേഞ്ചുകളൊന്നും പറയാനില്ല. റെയിൽവേ ഫൈനാൻസ് കോർപ്പറേഷനും നമ്മുടെ എന്താണ് പിന്നെ പവർ ഫിനാൻസ് കോർപ്പറേഷനൊക്കെ ഇഷ്യൂ ചെയ്യുന്ന ക്യാപിറ്റൽ ഗെയിൻ ബോണ്ടുകൾക്ക് TDS വേണ്ട. അത് ഓൾറെഡി ലാസ്റ്റ് ഇയറിൽ തന്നെ വന്ന ഒരു ചേഞ്ച് ആണത്. അപ്പോൾ 193ൽ ത്രഷോൾഡ് ലിമിറ്റ് കൊണ്ടുവന്നു. ദാറ്റ്സ് എ ബിഗ് അമെൻമെൻറ്റ്. 10,000 രൂപ ത്രഷോൾഡ് കൊണ്ടുവന്നു. 194 TDS ഓൺ ഡിവിഡൻഡ് അമെൻമെൻ്റ് ഉണ്ട്. ത്രഷോൾഡ് ലിമിറ്റ് മാറ്റി. നേരത്തെ 5,000 ആയിരുന്നു, 10,000 ആക്കി. 10,000 കഴിഞ്ഞാൽ മാത്രം ഡിവിഡൻഡ് TDS കട്ട് ചെയ്താൽ മതി ഡൊമസ്റ്റിക് കമ്പനി. നേരത്തെ 5,000 ആയിരുന്നു, അതിപ്പോൾ 10,000 ആക്കി. അതൊരു അമെൻമെൻ്റ് ആണ്. പിന്നെ അത് കഴിഞ്ഞാൽ അവിടെ 222F എന്നും പറഞ്ഞ് ബൈബാക്കിൻ്റെ ഡിവിഡൻഡ് വന്നല്ലോ. ബൈബാക്കിൻ്റെ ഡിവിഡൻഡിനും TDS ആപ്ലിക്കബിൾ ആണ് 194. അപ്പോൾ 222A മുതൽ 222F വരെയുള്ള ABCDEF വരെയുള്ള ഡിവിഡൻഡുകൾക്കും TDS ആപ്ലിക്കബിൾ ആണ്. ത്രഷോൾഡ് ലിമിറ്റ് 10,000. നേരത്തെ 5,000 ആയിരുന്നു, 10 ആക്കി. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് 194K ഇല്ലേ, മ്യൂച്വൽ ഫണ്ടിൻ്റെ ഇൻകത്തിൻ്റെ TDSൻ്റെ റേറ്റ്, ആ TDSൻ്റെ ത്രഷോൾഡ് അവിടെയും 5,000-ന് പിടിച്ച് 10,000 ആക്കി. ഒരു അമെൻമെൻ്റ് ആണ്. 194A ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസിൻ്റെ ത്രഷോൾഡ് നന്നായിട്ട് മാറ്റിയിട്ടുണ്ട്. അവിടെ ബാങ്കോ പോസ്റ്റ് ഓഫീസോ കോപ്പറേറ്റീവ് ബാങ്കോ അവരുടെ കസ്റ്റമേഴ്സിൻ്റെ RDക്കും FDക്കും റിക്കറിംഗ് ഡെപ്പോസിറ്റിന് FDക്കും കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 50,000 കഴിഞ്ഞാൽ TDS കട്ട് ചെയ്താൽ മതി. നേരത്തെ അത് 40 ആയിരുന്നു, ഇപ്പോൾ അത് 50,000 ആക്കി. ഇനി റെസിഡൻറ്റ് സീനിയർ സിറ്റിസൺ ആണ് കസ്റ്റമർ എങ്കിലേ അത് 1 ലക്ഷം ആക്കി ഉയർത്തി. നേരത്തെ 40-ഉം 50-ഉം ആയിരുന്നു, അത് 50-ഉം 1 ലക്ഷം ആക്കി. ദാറ്റ്സ് എ ചേഞ്ച്. ബാങ്ക്, പോസ്റ്റ് ഓഫീസ്, കോപ്പറേറ്റീവ് ബാങ്ക് അവരുടെ കസ്റ്റമേഴ്സിൻ്റെ FDയുടെ RDയുടെ ഇൻട്രസ്റ്റ് കൊടുക്കുമ്പോൾ ത്രഷോൾഡ് ലിമിറ്റ് നോർമൽ 50, റെസിഡൻറ്റ് സീനിയർ സിറ്റിസൺ ആണ് കസ്റ്റമർ എങ്കിൽ 1 lakh. മറ്റൊന്ന്, ബാക്കി എല്ലാ ഇൻട്രസ്റ്റുകൾക്കും നേരത്തെ എത്രയായിരുന്നു ലിമിറ്റ് ത്രഷോൾഡ്? 5,000. ദാറ്റ് ഈസ് ഇൻക്രീസ്ഡ് ടു 10,000. മറ്റെല്ലാ ഇൻട്രസ്റ്റും 10,000 കഴിഞ്ഞാൽ TDS ഡിഡക്ട് ചെയ്താൽ മതി എന്നുള്ള അമെൻമെൻറ്റ് കൊണ്ടുവന്നു. അപ്പോൾ ഇതാണ് 194A എന്നുള്ള സെക്ഷനിലെ അമെൻമെൻറ്റ്. റേറ്റ് ഹാസ് ബീൻ ചേഞ്ച്ഡ്, ത്രഷോൾഡ് ലിമിറ്റ് ഹാസ് ബീൻ ചേഞ്ച്ഡ്. 194B ഒരു അമെൻമെൻ്റ് ഉണ്ട്. കഴിഞ്ഞ വർഷം വരെ 194Bയിലും അതേപോലെ 194BB എന്ന് പറയുന്ന സെക്ഷനും ലോട്ടറിയും അതുപോലെ ഹോഴ്സ് റേസും അതുപോലെ പിന്നെ മറ്റ് TV ഗെയിംസിൻ്റെയൊക്കെ വിന്നിങ്. അപ്പോൾ അവിടെയൊക്കെ അവർ പറഞ്ഞിരുന്നത് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 10,000 എക്സീഡ് ചെയ്താൽ TDS വേണമെന്നാണ്. അവരത് മാറ്റിയിട്ട് ഇന്ന സിംഗിൾ ട്രാൻസാക്ഷൻ 10,000 എന്നാക്കി. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഒരു വ്യക്തിക്ക് പല ഓർഗനൈസർ അല്ലെങ്കിൽ ഒരു ഓർഗനൈസറുടെ കയ്യിൽ നിന്ന് തന്നെ മൾട്ടിപ്പിൾ ഗിഫ്റ്റ് കിട്ടുന്നുണ്ട്, സമ്മാനം കിട്ടുന്നുണ്ടെങ്കിൽ ആ ഓരോ വിന്നിങ്ങിനും 10,000 എക്സീഡ് ചെയ്താൽ TDS ഡിഡക്ട് ചെയ്താൽ മതി. ഫിനാൻഷ്യൽ എന്നുള്ള കൺസെപ്റ്റ് മാറ്റി 10,000 ഇൻ എ സിംഗിൾ ട്രാൻസാക്ഷൻ. 194Bയിലും 194BBയിലും ആ രണ്ട് സെക്ഷനിലും ആ അമെൻമെൻറ്റ് ബാധകമാണ്. സിംഗിൾ ട്രാൻസാക്ഷൻ
ഈ പറഞ്ഞ പോലെ 10,000 രൂപ കഴിഞ്ഞാലാണ് TDS ഡിഡക്ട് ചെയ്യേണ്ടത്. അതാണ് ബിയിലും BBയിലെയും അമെൻമെൻറ്റ്. ത്രഷോൾഡ് ലിമിറ്റ് സിംഗിൾ ട്രാൻസാക്ഷൻ എന്നുള്ളതാക്കി. 194(C) പ്രത്യേകിച്ച് അമെൻമെൻ്റ് ഇല്ല, പഴയ ലിമിറ്റുകളൊക്കെ തന്നെയാണ്, ചേഞ്ചുകളൊന്നുമില്ല. പിന്നെ ആകെ വന്നിരിക്കുന്നൊരു അമെൻമെൻറ്റ് അവിടെ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ചാർട്ടേഡ് അക്കൗണ്ടൻസ്, വക്കീൽ പോലുള്ള പ്രൊഫഷണൽസുമായിട്ട് കമ്പനികൾ കോൺട്രാക്ട് വയ്ക്കുമല്ലോ, എന്താണ് ഓഡിറ്റ് ഫീസ് അല്ലെങ്കിൽ കൺസൾട്ടൻസി. സത്യത്തിൽ അതൊരു പ്രൊഫഷണൽ കോൺട്രാക്റ്റാണ്. അറ്റ് ദ സെയിം ടൈം അതൊരു കോൺട്രാക്റ്റാണ്, എന്നാൽ പ്രൊഫഷണൽ കോൺട്രാക്റ്റാണ്. അപ്പോൾ സംശയം എന്താണ്? ജനറലി കോൺട്രാക്റ്റുകളുടെ TDS സെക്ഷൻ ഏതാ? 194(C). പ്രൊഫഷണൽസിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ TDS ഏതാ? 194(J). അപ്പോൾ ഒരേ സമയം ചാർട്ടേഡ് അക്കൗണ്ടൻസ്, ലോയേഴ്സ് പോലുള്ള പ്രൊഫഷണലുമായിട്ട് കോൺട്രാക്ട് എൻ്റർ ചെയ്യുമ്പോൾ അതൊരു കോൺട്രാക്റ്റുമാണ്, അറ്റ് ദ സെയിം ടൈം അതൊരു പ്രൊഫഷണൽ സർവീസുമാണ്. അപ്പോൾ 194(C)യും 194(J)യും രണ്ട് സെക്ഷനും വരുന്നത് പോലെ നമുക്ക് തോന്നും. അപ്പോൾ C എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ജനറലൈസ്ഡ് ആണ്, കോൺട്രാക്റ്റുകളുടെ TDS ആണ്. J എന്ന് പറയുമ്പോഴോ സ്പെസിഫിക്കലി പ്രൊഫഷണൽസിന് കൊടുക്കുന്നതാണ്. അപ്പോൾ Cയും Jയും ഒരുമിച്ച് വന്നാൽ J എടുത്താൽ മതി, C എടുക്കേണ്ടത്. നിങ്ങൾ അതിനെ പ്രൊഫഷണൽ കോൺട്രാക്റ്റിനെ കോൺട്രാക്ട് എന്ന് പറഞ്ഞ് Cയിൽ കൊണ്ടുവരണ്ട. അത് 194(Jയിൽ 10% അവിടെ കട്ട് ചെയ്താൽ മതി. ഇവിടെ കൊണ്ടുവന്ന് 1% 2% ഒന്നും ആക്കാൻ പറ്റൂല എന്ന് വെച്ചാൽ ആ സെക്ഷൻ എടുത്താൽ മതി, ഈ സെക്ഷൻ എടുക്കേണ്ടതാണ്. അങ്ങനെ ഒരു അമെൻമെൻറ്റ് 194(C)യുടെ താഴെ കൊണ്ടുവന്നു. ദാറ്റ് യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ്. വേറെ ത്രഷോൾഡ് ലിമിറ്റ് ഒന്നും മാറ്റിയിട്ടില്ല കേട്ടോ. 194(Dയിൽ TDS റേറ്റ് 2% ആണ് കേട്ടോ. ഞാൻ നമ്മുടെ നോട്ടിൽ അത് കറക്റ്റ് ചെയ്തിട്ടില്ല, 2% ആണ്. 194(D) എന്ന് വെച്ചാൽ ഇൻഷുറൻസ് കമ്പനി, ഇൻഷുറൻസ് ഏജൻറ്റ് കൊടുക്കുന്ന കമ്മീഷൻ ഇല്ലേ, അതിൻ്റെ TDS റേറ്റ് 2% ആണ്. നമ്മൾ 5% ആണ് കിടക്കുന്ന ക്ലാസ്സിൽ ഞാനത് കറക്റ്റ് ചെയ്തിരുന്നു, ഇതിനകത്ത് കറക്റ്റ് ചെയ്യാൻ വിട്ടുപോയി. 2% ആണ് TDS റേറ്റ്. ത്രഷോൾഡ് ലിമിറ്റ് 20,000 ആക്കി. കമ്മീഷനുകളുടെയൊക്കെ ത്രഷോൾഡ് ലിമിറ്റ് ഒരു മാറ്റി. കഴിഞ്ഞ വർഷം വരെ 15,000 ആയിരുന്നു ഒരു വർഷത്തെ കമ്മീഷൻ. 20,000 എക്സീഡ് ചെയ്താൽ 2% TDS. Threshold limit has been changed from 15 to 20,000 and the rate has been changed from 5 to 2. ഇനി 194 പിന്നെ നമ്മുടെ നമുക്ക് പഠിക്കാനില്ല, ഇൻ്റർനില്ല. 194(G) നമ്മുടെ ലോട്ടറി ടിക്കറ്റിൻ്റെ കമ്മീഷനാണ് G. അവിടെയും ത്രഷോൾഡ് ലിമിറ്റ് 20,000 രൂപയാക്കി. കഴിഞ്ഞ വർഷം വരെ 15,000 ആയിരുന്നു, അത് 20,000 ആക്കി. റേറ്റ് ഓഫ് TDS 2%. റേറ്റ് ഓഫ് TDS 2%. നേരത്തെ 5 ആയിരുന്നു, 2% ആക്കി. റേറ്റ് കുറച്ചു. നമ്മുടെ ഇയർ മൊത്തം 25-26 മൊത്തം. 194(H) സിമിലർലി കമ്മീഷൻ്റെ ത്രഷോൾഡ് ലിമിറ്റ് നമ്മൾ ഈ പറഞ്ഞ പോലെ 20,000 ആക്കി മാറ്റി, 15,000 20 ആക്കി. റേറ്റ് ഓഫ് TDS 2% ആക്കി. അപ്പോൾ കമ്മീഷൻ്റെ റേറ്റുകൾ റാഷണലൈസ് ചെയ്തു, കോമൺ റേറ്റ് ആണ്. ത്രഷോൾഡ് ലിമിറ്റ് 20,000. പിന്നെ 194(I)യിൽ TDS ത്രഷോൾഡ് ലിമിറ്റ് ഹാസ് ബീൻ ചേഞ്ച്ഡ്. അതൊരു മേജർ അമെൻമെൻ്റ് ആണ്. ഇനി മുതൽ ഒരു ഫിനാൻഷ്യൽ ഇയറിലെ റെൻ്റ് അല്ല നോക്കേണ്ടത്, മന്ത്ലി റെൻറ്റ് 50,000 എക്സീഡ് ചെയ്താൽ, ഒരു മാസത്തെ റെൻറ്റ് 50,000 എക്സീഡ് ചെയ്താൽ മന്ത്ലി റെൻറ്റ്, അത് പെർ മന്ത് ഓർ പാർട്ട് ഓഫ് ദ മന്ത് എന്നാണ്. ഫ്രാക്ഷൻ ഓഫ് എ മന്ത് വാടകയ്ക്ക് എടുത്തിട്ട് റെൻറ്റ് കൊടുത്താലും പെർ മന്ത് ഓർ പാർട്ട് ഓഫ് ദ മന്ത് റെൻറ്റ് 50,000 എക്സീഡ് ചെയ്താൽ TDS ആപ്ലിക്കബിൾ ആണ്. റേറ്റിൽ മാറ്റമൊന്നുമില്ല, പഴയ റേറ്റ് തന്നെയാണ്. ത്രഷോൾഡ് 50,000. പഴയ ത്രഷോൾഡ് എങ്ങനെയായിരുന്നു? ഒരു ഫിനാൻഷ്യൽ ഇയറിലെ റെൻറ്റ് 2,40,000 അല്ലായിരുന്നോ? അത് മാറ്റിയിട്ട് മന്ത്ലി റെൻറ്റ് 50,000 കഴിഞ്ഞാൽ TDS ആപ്ലിക്കബിൾ ആണ്. കാരണം 194(I)യിലെ അമെൻമെൻറ്റ്. വേറെ 194(I)ൽ കാര്യമായിട്ടുള്ള അമെൻമെൻറ്റുകൾ വന്നിട്ടില്ല. പിന്നെ 194(IA)ക്കകത്ത് പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നുമില്ല. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ത്രഷോൾഡും ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. പിന്നെ 194(IB)ക്കകത്ത് മന്ത്ലി റെൻറ്റ്, അവിടെയും ചേഞ്ച് ഒന്നുമില്ല. അവിടുത്തെ റേറ്റ് ഓഫ് TDS ഹാസ് ബീൻ ചേഞ്ച് ടു 2%. അപ്പോൾ 194(IB) എന്നുള്ള സെക്ഷനിൽ നമ്മുടെ ഇൻഡിവിജ്വൽ HFO, 194(I) സെക്ഷനിൽ TDS ഡിഡക്ഷൻ ലൈബിൾ ആകുന്നില്ല. കാരണം അവർക്ക് ബിസിനസ്സോ പ്രൊഫഷനോ ഇല്ല. ഇനി ബിസിനസ്സോ പ്രൊഫഷനോ ഉണ്ടെങ്കിൽ തന്നെ പ്രിസീഡിങ് ഇയറിൽ ടേൺ ഓവർ 1 കോടി ക്രോസ് ചെയ്യുന്നില്ല. അന്നേരമാണല്ലോ അവർ 194(IB)യിൽ വരുന്നത്. അപ്പോൾ IB-യിൽ മന്ത്ലി റെൻറ്റ് 50,000 കഴിഞ്ഞാൽ TDS ആപ്ലിക്കബിൾ ആണ്. ദ റേറ്റ് ഹാസ് ബീൻ ചേഞ്ച് ടു 2%. നേരത്തെ അത് 5 ആയിരുന്നു, ദാറ്റ് ഹാസ് ബീൻ റെഡ്യൂസ്ഡ് ടു 2%. പിന്നെ 194(J)യിൽ പ്രൊഫഷണൽസിന് കൊടുക്കുന്ന പേയ്മെൻറ്റ് നേരത്തെ 30,000 എന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത് ത്രഷോൾഡ് ലിമിറ്റ്. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ പ്രൊഫഷണൽസിന് കൊടുക്കുന്ന പേയ്മെൻറ്റ് 30,000 എക്സീഡ് ചെയ്താൽ. നൗ ഇറ്റ് ഹാസ് ബീൻ ചേഞ്ച്ഡ് 50,000. ഒരു പ്രൊഫഷണൽസിന് 50,000 രൂപയുടെ മുകളിൽ പ്രൊഫഷണൽ പേയ്മെൻറ്റ്, അത് 194(J)യിൽ ത്രഷോൾഡ് ലിമിറ്റ് 50,000 ആക്കി മാറ്റി. അത് 30 എന്നുള്ളത് ഇൻക്രീസ് ചെയ്ത് 50 ആക്കി. 50,000 കഴിഞ്ഞാൽ TDS ആപ്ലിക്കബിൾ ആണ്. റേറ്റിലൊന്നും ചേഞ്ച് ഇല്ല, റേറ്റ് എല്ലാം സെയിം തന്നെയാണ്. ത്രഷോൾഡ് ഹാസ് ബീൻ ചേഞ്ച് ടു 50,000 ഇൻ എ ഫിനാൻഷ്യൽ ഇയർ. 194(K) ഞാൻ പറഞ്ഞു നേരത്തെ, മ്യൂച്വൽ ഫണ്ടിൻ്റെ ഇൻകത്തിൻ്റെ TDS റേറ്റ് 10,000 ആക്കണം. ത്രഷോൾഡ് ലിമിറ്റ് 10,000 ആക്കി. നേരത്തെ 5,000 ആയിരുന്നു. റേറ്റ് സെയിം തന്നെ, 10% മാറ്റമില്ല. 10,000 ആക്കി, 5,000 നിന്ന് 10 ആക്കി ഉയർത്തി. 194(LA) കമ്പൽസറി അക്വിസിഷൻ്റെ കോമ്പൻസേഷൻ്റെ ത്രഷോൾഡ് ലിമിറ്റ് 5 ലക്ഷം ആക്കി. അപ്പം കമ്പൽസറി അക്വിസിഷൻ്റെ കോമ്പൻസേഷൻ 5 ലക്ഷം എക്സീഡ് ചെയ്താൽ TDS ഈസ് ആപ്ലിക്കബിൾ ടു 10%. ത്രഷോൾഡ് ഹാസ് ബീൻ ചേഞ്ച്ഡ് ടു 5 lakhs. 194(M)ൽ നമ്മുടെ പേഴ്സണൽ പർപ്പസിന് കൊടുക്കുന്ന പേയ്മെൻറ്റ് ആണല്ലോ M-ൽ വരുന്നത്. M-ലെ TDS റേറ്റ് 2% ആക്കി. ഓക്കെ, M-ലെ റേറ്റ് 2% ആണ്.
പിന്നെ 194 പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ത്രഷോൾഡ് ലിമിറ്റും മാറ്റമില്ല, റേറ്റും മാറ്റമില്ല. 194 മാറ്റമൊന്നുമില്ല. 194 ദർ ഇസ് നോ ചേഞ്ച്. 194 കറസ്പോണ്ടിങ് ആയിട്ട് TCS ഒരു സെക്ഷൻ ഇല്ലായിരുന്നോ? 206C1H എന്നുള്ള സെക്ഷൻ ദാറ്റ് ഹാസ് ബീൻ അബോളിഷ്ഡ്. ഭയങ്കര കൺഫ്യൂസിങ് ആയതുകൊണ്ട് 206C1H കാരണം മിററിംഗ് എഫക്ട് വരും ആ സെക്ഷൻ വരുമ്പോഴേ. 194Q ഇപ്പുറത്ത് ബയ്യറുടെ സൈഡിൽ, സെല്ലറുടെ സൈഡിൽ 206C1H മൊത്തത്തിൽ കൺഫ്യൂഷൻ. അതുകൊണ്ട് അവർ പറഞ്ഞു 206C1H എടുത്ത് കളയാൻ പറഞ്ഞു. 206C1H ഡിലീറ്റഡ്, അതിനി പഠിക്കണ്ട. 194Q ഉണ്ട് ആസ് യൂഷ്വൽ, നോ ചേഞ്ച്. 194R ഉണ്ട് ആസ് യൂഷ്വൽ, നോ ചേഞ്ച്. 194T ഈ വർഷം മുതൽ ആപ്ലിക്കബിൾ ആവുന്ന ഒരു സെക്ഷനാണ്, ഓർത്തിരിക്കണം. നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഫേമിലെ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റലിന് ഇൻട്രസ്റ്റും റെമ്യൂണറേഷനും കൊടുക്കുമ്പോൾ 20,000 മുകളിൽ ഒരു ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റും റെമ്യൂണറേഷനും കൊടുക്കുന്നുണ്ടെങ്കിൽ 10% TDS ഫേം അല്ലെങ്കിൽ LLP കട്ട് ചെയ്യണം. അതാണ് 194T. TDS ഇത്രയും ചേഞ്ചുകളാണുള്ളത്. പ്രധാനമായി ത്രഷോൾഡ് ലിമിറ്റുകളും റേറ്റുകളോട് മാറിയിരിക്കുന്നത്. ഇത്രയും ഓർത്തിരിക്കുക. നൗ TCS കുറച്ചധികം ചേഞ്ചുകൾ വന്നിട്ടുണ്ട് കേട്ടോ. TCS ഒന്നാമത്തെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സെക്ഷൻ 206C സബ്സെക്ഷൻ 1 ഇല്ലേ, അതിനകത്തുള്ള റേറ്റുകൾ കുറച്ചുകൂടെയൊക്കെ ഒന്ന് യൂണിഫോം ആക്കി. അതിനകത്ത് 10 ലീവ്സിന് 5% ആണ്. ടിമ്പർ ആൻഡ് അതർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ഒപ്റ്റൈൻഡ് അണ്ടർ എ ഫോറസ്റ്റ് ലീസ് 2% ആണ്. ടിമ്പർ ഒപ്റ്റൈൻഡ് അതർ ദാൻ ഫോറസ്റ്റ് ലീസും 2% ആണ്. ഇനി ആൽക്കഹോൾ ലിക്കറിന് 1% ആക്കി. ഓക്കെ, ഇതാണ് ഇവിടുത്തെ റേറ്റ്. 521 3 റേറ്റാണ് 206C1 അവിടെ വേറൊരു കാര്യം കൂടെ ഓർത്തിരിക്കണം. അവിടെ ബയ്യർ 206C സബ്സെക്ഷൻ 1 ബയ്യർ പബ്ലിക് സെക്ടർ കമ്പനിയോ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങോ ആണെങ്കിൽ TCS പിന്നെ അവിടെ കളക്ട് ചെയ്യേണ്ട സെല്ലർ 206C1. നമ്മളത് 206C1Cയുടെ താഴെ പറഞ്ഞിട്ടുണ്ട്, മുകളിൽ അത് പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അത് ഓർത്തിരിക്കണം. പിന്നെ റേറ്റ് ചേഞ്ച് പിന്നെ വന്നിരിക്കുന്നത് നമ്മുടെ 206C1F റേറ്റ് ചേഞ്ച് മാത്രമല്ല, സ്കോപ്പ് വലുതാക്കി. 206C1F എന്ന് പറഞ്ഞാൽ നോർമലി ലക്ഷറി ഐറ്റം, അതായത് കാറ് 10 ലക്ഷത്തിൻ്റെ മുകളിൽ വാഹനങ്ങൾ മേടിക്കുമ്പോൾ ഷോറൂമുകാർ കസ്റ്റമർ എന്ന് TCS കളക്ട് ചെയ്യുന്നതാണ് 206C1F. അവിടെ എനി അതർ നോട്ടിഫൈഡ് ലക്ഷറി ഗുഡ്സ് എന്നും പറഞ്ഞൊരു അമെൻമെൻറ്റ് കൊണ്ടുവന്നിട്ട് ഇനി പറയുന്ന നോട്ടിഫൈഡ് ഗുഡ്സുകൾ ഇപ്പോൾ അവർ കൊണ്ടുവന്നു. അപ്പോൾ താഴെ പറയുന്ന ഗുഡ്സുകൾ നോട്ടിഫൈ ചെയ്തു. ഈ പറയുന്ന ഗുഡ്സുകൾ വിൽക്കുന്ന സെല്ലറും ബയ്യറുടെ നിന്ന് 10 ലക്ഷത്തിൻ്റെ മുകളിൽ കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ TCS കളക്ട് ചെയ്യണം. അതിനകത്ത് നോട്ടിഫൈ ചെയ്തിരിക്കുന്ന ഗുഡ്സുകൾ റിസ്റ്റ് വാച്ച്, ആൻറ്റിക്സ്, പെയിൻറ്റിങ്, സ്കൾപ്ചർ, കളക്ടിബിൾസ് ആസ് കോയിൻ ഓർ സ്റ്റാമ്പ്, യാട്ട്, റോയിങ് ബോട്ട്, കനോ, ഹെലികോപ്റ്റർ, സൺഗ്ലാസ്, ഹാൻഡ് ബാഗ്, പേഴ്സ്, ഷൂസ്, സ്പോർട്സ് വെയർ ആൻഡ് ഇക്വിപ്മെൻറ്റ്. അപ്പോൾ ഇങ്ങനെ ഹോം തിയേറ്റർ, പിന്നെ എക്സോട്ടിക് കുതിരകൾ, ഹോഴ്സ് റേസിന് ഉപയോഗിക്കുന്ന കുതിരകൾ, പിന്നെ ഹോഴ്സസ് ഫോർ പോളോ, അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന കുതിരകൾ. ഇതിൻ്റെയൊക്കെ വില അറിയാലോ. ഇതിൽ പല സാധനങ്ങളുടെയും 10 ലക്ഷത്തിന് മുകളിൽ വിലയുള്ള സാധനങ്ങളുണ്ട്. ലക്ഷറി 10 ലക്ഷത്തിന് മുകളിൽ വാല്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ സെല്ലർ TCS കളക്ട് ചെയ്യണം. അപ്പോൾ ഇതാണ് ഈ പറയുന്ന നമ്മുടെ സെക്ഷൻ 206C സബ്സെക്ഷൻ 1F അറിയേണ്ടത്. പിന്നെ 206C സബ്സെക്ഷൻ 1Fൻ്റെ താഴെ നമ്മൾ പണ്ട് വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാഹന നിർമ്മാതാക്കൾ, മാനുഫാക്ചറേഴ്സ് ഷോറൂമിന് വാഹനം വിൽക്കുമ്പം 206C1H സെക്ഷൻ ആപ്ലിക്കബിൾ അല്ല, പകരം 194Q ആണ് ആപ്ലിക്കബിൾ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇനി മുതൽ 206C1Hൻ്റെ കാര്യം അവിടെ പറയണ്ട, കാരണം 206C സബ്സെക്ഷൻ 1H ഹാസ് ബീൻ അബോളിഷ്ഡ്. ഫോറിൻ കറൻസിക്കകത്ത് ത്രഷോൾഡ് ലിമിറ്റിലും കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട്. റേറ്റിലും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. മെഡിക്കൽ പർപ്പസിനോ എഡ്യൂക്കേഷൻ പർപ്പസിനോ ഫോറിൻ കറൻസി വാങ്ങിയിട്ട് വിദേശ രാജ്യത്തോട്ട് അയക്കുമ്പം 10 ലക്ഷം വരെ ത്രഷോൾഡ് ഉണ്ട്, നില്ലാണ്. 10 ലക്ഷത്തിൻ്റെ മുകളിലോട്ട് 5% ആണ്. കഴിഞ്ഞ വർഷം വരെ 7 ലക്ഷമായിരുന്നേ, അത് അമെൻഡ് ചെയ്തിട്ടാണ് 10 ലക്ഷം ആക്കിയത്. പഴയത് 7 പുതിയത് 10 ലക്ഷം വരെ നിൽ, 10 മുകളിലോട്ട് 5%. ഇനി ലോണ് നമ്മുടെ ബാങ്കിൽ നിന്നൊക്കെ എടുത്തിട്ട് നേരിട്ട് അയക്കുന്ന കേസിൽ, ബാങ്ക് ലോൺ എടുത്തിട്ട് നേരിട്ട് അയക്കുന്ന കേസിൽ, അതായത് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രിസ്ക്രൈബ്ഡ്, ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രിസ്ക്രൈബ്ഡ് അണ്ടർ സെക്ഷൻ 80G അല്ലെങ്കിൽ ബാങ്ക്സ്, അവരുടെ എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ട് ഫോറിൻ കറൻസി ഇട്ട് അങ്ങോട്ട് അയക്കുന്ന കേസിൽ പണ്ട് അവർ പറഞ്ഞിരുന്നത് ചെറിയൊരു റേറ്റ് ആയിരുന്നു, റേറ്റ് കുറവായിരുന്നു. ഇപ്പോൾ അവർ പറഞ്ഞ് വേണ്ട, അതിന് TCS വേണ്ട, കളക്ട് ചെയ്യേണ്ട. 3 സെയിൽ ഓഫ് ഓവർസീസ് ടൂർ പ്രോഗ്രാം പാക്കേജാണ്. അവിടത്തേക്ക് വരുമ്പോൾ കഴിഞ്ഞ വർഷം വരെ 7 ലക്ഷം വരെ ഒരു റേറ്റും 7 മുകളിലോട്ട് വേറെ റേറ്റുമായിരുന്നു. ഇപ്പോൾ അവർ മാറ്റിയിട്ട് 10 ലക്ഷം വരെ 5% ഓവർസീസ് ടൂർ പ്രോഗ്രാം പാക്കേജിന് ഫോറിൻ കറൻസി അയക്കുമ്പോൾ 10 ലക്ഷത്തിൻ്റെ മുകളിലേക്ക് 20%, അപ് ടു 10 lakhs 5%. അവിടെ ത്രഷോൾഡ് ലിമിറ്റ് ഇല്ല കേട്ടോ ഓവർസീസ് ടൂർ പ്രോഗ്രാം പാക്കേജിന്. പണ്ടും ഇല്ല, ഇപ്പോഴും ഇല്ല. എത്ര രൂപയിലും TCS വരും, പക്ഷേ 10 ലക്ഷം വരെ 5%, 10 ലക്ഷത്തിന് മുകളിലോട്ട് 20%. ഇത് ഇത്രയും അല്ലാത്ത ബാക്കി എല്ലാ എനിതർ റെമിറ്റൻസിന് പണ്ട് 7 ലക്ഷമായിരുന്നു ത്രഷോൾഡ്. ഇനി മുതൽ 10 ലക്ഷം വരെ വേണ്ട, 10 ലക്ഷത്തിന് മുകളിലോട്ട് 20%. ദിസ് ഈസ് അമെൻമെൻറ്റ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ നമ്മൾ 7 ലക്ഷം എന്ന് പറയുന്ന ക്ലാരിഫിക്കേഷനിലെല്ലാം 10 ലക്ഷം ആക്കണം. ദാറ്റ് ഈസ് എ മെയിൻ പോയിന്റ്. റിമെമ്പർ, ഓവർസീസ് ടൂർ പ്രോഗ്രാം പാക്കേജിന് ത്രഷോൾഡേ ഇല്ല, എത്ര രൂപയിലും TCS വേണം. 10 ലക്ഷം വരെ 5 ആണെന്നേ ഉള്ളൂ, 10 മുകളിൽ 20. ബാക്കിയുള്ള കേസുകളെല്ലാം ത്രഷോൾഡാണ്, അപ് ടു 10 lakhs നില്ലാണ്. ത്രഷോൾഡ് 10 ലക്ഷം എടുക്കുമ്പോൾ മെഡിക്കലും എഡ്യൂക്കേഷനും അതർ റെമിറ്റൻസും കൂടെ ചേർത്ത് വേണം എടുക്കാൻ. അതർ റെമിറ്റൻസ് എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പൈസ അയക്കുന്നു, വിദേശ രാജ്യത്തുള്ള ഒരാൾക്ക് ലോൺ കൊടുക്കുന്നു, ബന്ധുക്കൾക്ക് പൈസ അയച്ചു കൊടുക്കുന്നു, അതൊക്കെ അതർ റെമിറ്റൻസിൽ വരും.
പിന്നെ ടി സി എസിനകത്ത് വേറെ കാര്യമായിട്ടുള്ള അമെൻമെൻറ്റുകളൊന്നും ടി സി എസിലില്ല. അപ്പോൾ ടി സി എസ് കഴിഞ്ഞാൽ പിന്നെ എന്താണ് അഡ്വാൻസ് ടാക്സ്, അതിനകത്തും വേറെ അമെൻമെൻ്റ് ഒന്നുമില്ല. റിട്ടേൺ ഫയലിംഗ് ചാപ്റ്ററിനകത്ത് എന്താണ് കാര്യമായിട്ടുള്ള ചേഞ്ച് ഒന്നുമില്ല. അതിനകത്ത് ഈ ആധാർ പാനുമായിട്ട് ബന്ധിപ്പിക്കുന്നതുകൊണ്ട് ബന്ധപ്പെട്ട ഒരു ഡേറ്റിൽ മാത്രമേ ഒരു എക്സ്റ്റൻഷൻ വന്നിട്ടുള്ളൂ. അല്ലാതെ വേറെ പ്രത്യേകിച്ച് അമെൻമെൻറ്റുകളൊന്നും തന്നെ അവിടെ ഇല്ല. ഇപ്പോൾ റിട്ടേൺ കേസ് ആയാലും ഡ്യൂ ഡേറ്റ് ആയാലും അതിലൊന്നും മാറ്റങ്ങളൊന്നുമില്ല. എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം തന്നെയാണ്. അവിടെ ഈ പറഞ്ഞ 130 എന്താണ് നമ്മുടെ 139(8) അപ്ഡേറ്റഡ് റിട്ടേണിൻ്റെ കേസിൽ അമെൻമെൻ്റ് ഉണ്ട്. അപ്ഡേറ്റഡ് റിട്ടേണിൻ്റെ കേസിൽ നേരത്തെ നമുക്ക് മാക്സിമം ഈ അവരൊരു ടൈം പീരീഡ് പറഞ്ഞിരുന്നത് 36 മന്ത്സ് വരെ ഒക്കെ നമുക്ക് ഫയൽ ചെയ്യാം, 24 മന്ത്സ് വരെ നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ്. റിലവൻറ്റ് അസസ്മെൻ്റ് എൻഡിൽ നിന്ന് 2 കൊല്ലം വരെ അപ്ഡേറ്റ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ അത് മാറ്റിയിട്ട് 4 കൊല്ലമാക്കി, 48 മാസം. റിലവൻറ്റ് അസസ്മെൻറ്റിൻ്റെ എൻഡിൽ നിന്ന് 48 മാസം വരെ അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാം. അപ്പോൾ നേരത്തെ അപ്ഡേറ്റ് റിട്ടേൺ ഫയൽ ചെയ്യണമെങ്കിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന അഡീഷണൽ ടാക്സ് അടയ്ക്കണമെന്നല്ലേ. ഇതിനനുസരിച്ച് അഡീഷണൽ ടാക്സ് വീണ്ടും ഒരു മാറ്റി. നിങ്ങൾ റിലവൻറ്റ് അസസ്മെൻ്റ് ഇയറിൻ്റെ എൻഡിൽ നിന്ന് ആദ്യത്തെ 1 ഇയറിനുള്ളിലാണ് അപ്ഡേറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അടയ്ക്കേണ്ട അഡീഷണൽ ടാക്സ് 25% ഓഫ് ടാക്സ് ആൻഡ് ഇൻട്രസ്റ്റ് ആണ്. 24 മന്ത്സ്, ആദ്യത്തെ 12 മന്ത്സ് കഴിഞ്ഞു, എന്നാൽ 24 മന്ത്സിനുള്ളിലാണ് ഫയൽ ചെയ്യുന്നതെങ്കിൽ 50% ആണ് അഡീഷണൽ ടാക്സ്. ഇനി ഇപ്പം 48 മാസം ആക്കിയല്ലോ, അപ്പോൾ 24 മാസം കഴിഞ്ഞിട്ട് 36 മാസം, അതായത് 3rd ഇയറിൽ റിലവൻറ്റ് അസസ്മെൻ്റ് എൻഡിൽ നിന്ന് 3ാമത്തെ കൊല്ലമാണ് അപ്ഡേറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതെങ്കിൽ 60% ഓഫ് ടാക്സ് പ്ലസ് ഇൻട്രസ്റ്റ് അടയ്ക്കണം. 4ാമത്തെ കൊല്ലമാണ് നിങ്ങൾ അടയ്ക്കുന്നതെങ്കിൽ 70% ഓഫ് ടാക്സ് പ്ലസ് ഇൻട്രസ്റ്റ് അടയ്ക്കണം. അപ്പോൾ അവിടെ അഡീഷണൽ ടാക്സ് നേരത്തെ ഉള്ള അഡീഷണൽ ടാക്സ് അതേപോലെ തന്നെ ഉണ്ട്, 25%, 50%. എക്സ്റ്റൻഡ് ടൈം പീരീഡിന് ടാക്സും കൂട്ടി 60, അഡീഷണൽ ടാക്സ് 60, 70 ആക്കി. ഇതൊരു അമെൻമെൻ്റ് ആണ്. അല്ലാതെ കാര്യമായിട്ടുള്ള അമെൻമെൻറ്റ് റിട്ടേൺ ചാപ്റ്ററിൽ ഇല്ല. പിന്നെ ഈ ആധാർ പാനുമായിട്ട് ലിങ്ക് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇല്ലേ, അല്ലെങ്കിൽ പാൻ ഇൻവാലിഡേറ്റ് ആക്കും എന്നൊക്കെ പറയുന്ന ഡേറ്റ് ഉണ്ടല്ലോ, അതവർ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പിന്നെ 31/12/2025 വരെ ആക്കിയിട്ടുണ്ടായിരുന്നു. നേരത്തെ 1/10/24 എന്നായിരുന്നു. ഇപ്പോൾ അത് മാറ്റിയിട്ട് 31/12/2025 മുമ്പ് ചെയ്യണമെന്നൊക്കെ ഉള്ള ഡേറ്റ് ആക്കിയിട്ടുണ്ട്. ഇത്രയാണ് പ്രധാനപ്പെട്ട അമെൻമെൻറ്റ്. വേറെ കാര്യമായിട്ടുള്ള അമെൻമെൻ്റ് ഒന്നും ഇല്ലടേ. ഇത്രയാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഉള്ള ഒരു മെയിൻ സംഭവം ശ്രദ്ധിക്കണേ, ഡീഫോൾട്ട് ടാക്സ് റെജിമിലെ ടാക്സ് റേറ്റുകൾ മൊത്തത്തിൽ അങ്ങോട്ട് ചേഞ്ച് ആക്കി കേട്ടോ. അപ്പോൾ ഡിഫോൾട്ട് ടാക്സ് റെജിമ് നിങ്ങൾ ശ്രദ്ധിക്കണം. പഴയത് പഠിച്ച കുട്ടികളാണ് ശ്രദ്ധിക്കേണ്ടത്, പുതിയത് പഠിച്ചവർക്ക് പ്രശ്നമല്ല. പഴയത് പഠിച്ചവർ ശ്രദ്ധിക്കുക. ഡിഫോൾട്ട് ടാക്സ് റെജിമിലെ ടാക്സ് റേറ്റ് കംപ്ലീറ്റ് മാറ്റി. അപ്പം നേരത്തെ ഡിഫോൾട്ട് ടാക്സ് റെജിമിൻ്റെ റേറ്റുകൾ എന്ന് പറയുന്നത് ആ സ്ലാബ് മൊത്തം ചേഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ അവർ കൊണ്ടുവരുന്ന പുതിയ ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് എക്സംഷൻ ലിമിറ്റ് 4 ലക്ഷമാണ് ഡിഫോൾട്ട് ടാക്സ് റെജിമിൽ. അതിപ്പോൾ അപ്പൂപ്പനായാലും അമ്മൂമ്മയായാലും പിന്നെ റെസിഡൻ്റ് ആയാലും നോൺ റെസിഡൻ്റ് ആയാലും യാവനായാലും ബേസിക് എക്സംഷൻ ലിമിറ്റ് 4 ലക്ഷം രൂപ. 4 തൊട്ട് 8 ലക്ഷം വരെ 5%, 8 തൊട്ട് 12 ലക്ഷം വരെ 10%, 12 തൊട്ട് 16 ലക്ഷം വരെ 15%, 16 തൊട്ട് 20 ലക്ഷം വരെ 20%, 20 തൊട്ട് 24 ലക്ഷം വരെ 25%, 24 ലക്ഷത്തിൻ്റെ മുകളിലോട്ട് 30%. നിൽ 5, 10, 15, 20, 25, 30. ഓർത്തിരിക്കാൻ എളുപ്പമാണേ, 4 വെച്ച് കൂട്ടി പോയാൽ മതി. 24 ലക്ഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് മുകളിലോട്ട് 30%. അപ്പോൾ 24 ലക്ഷം വരെ ഇൻകം ഉള്ളവന് ഓൾമോസ്റ്റ് 3 lakh rupees ടാക്സ് അടയ്ക്കേണ്ടി വരും. 24 ലക്ഷത്തിന് മുകളിലോട്ടുള്ളതിന് 30% വരും. അപ്പം നിൽ 5, 10, 15, 20, 25, 30. ഇത് ഡിഫോൾട്ട് ടാക്സ് റെജിമിലെ 115 BSCയിലെ റേറ്റ് ഓഫ് ടാക്സ് ആപ്ലിക്കബിൾ ഫോർ അസസ്മെന്റ് 26-27 അഥവാ May 25, September 25, Jan 26, May 26, September 26, Jan 27 എക്സാം വരെ ഇതാണ്, ഈ സ്ലാബാണ് ഓടുക. അപ്പോൾ ഡിഫോൾട്ടിലെ ഒന്നാമത്തെ അമെൻമെൻറ്റ്. രണ്ടാമത്തെ അമെൻമെൻറ്റ്, ഡിഫോൾട്ട് ടാക്സ് റെജിമിൽ റിബേറ്റ് ചേഞ്ച് ചെയ്തു. ഡിഫോൾട്ട് ടാക്സ് റെജിമിൽ നേരത്തെ പറഞ്ഞിരുന്നത് പിന്നെ നിങ്ങളുടെ ടോട്ടൽ ഇൻകം 7 ലക്ഷം കൂടാതിരുന്നാൽ റിബേറ്റ് എന്നാണ്. ഇപ്പോൾ അത് മാറ്റി ടോട്ടൽ ഇൻകം 12 ലക്ഷത്തിൽ കൂടാതിരുന്നാൽ 60,000 രൂപ വരെ റിബേറ്റ് തരും കേട്ടോ. ടോട്ടൽ ഇൻകം 12 ലക്ഷം രൂപയിൽ കൂടാതിരുന്നാൽ 60,000 രൂപ വരെ റിബേറ്റ് വാങ്ങാം. പിന്നെ ടോട്ടൽ ഇൻകം 12 ലക്ഷത്തിനേക്കാളും ജസ്റ്റ് ക്രോസ് ചെയ്തെന്ന് വിചാരിച്ചോ, അപ്പം നിങ്ങൾക്ക് മറ്റേ മാർജിനൽ റിബേറ്റ് എടുക്കാം. എങ്ങനെ? ആദ്യം ടോട്ടൽ ഇൻകത്തിന് ടാക്സ് കണ്ടുപിടിക്കുക, എന്നിട്ട് ടോട്ടൽ ഇൻകം 12 ലക്ഷത്തിനേക്കാളും മുകളിലോട്ട് എത്ര ഉണ്ടെന്ന് നോക്കുക, തമ്മിൽ ഡിഫറൻസ് എടുക്കുക. ദാറ്റ് ഈസ് യു ക്യാൻ ക്ലെയിം ആസ് റിബേറ്റ് ആസ് ഇൻഡിക്കേറ്റഡ് 87 റിബേറ്റ് ക്ലെയിം ചെയ്യാം. അപ്പോൾ മാർജിനൽ റിബേറ്റ് പോസിബിൾ ആണ്. ഒരു 12, 25, 12, 30, 12, 35 വരെയൊക്കെ ഇൻകം വരുന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. ഒരു 12, 80, 12, 90 ഒക്കെ വന്നാൽ റിബേറ്റ് കാണത്തില്ല. ഇത് ചെയ്ത് നോക്കുമ്പോൾ കിട്ടത്തില്ല, പോസിറ്റീവ് വരണം അവിടെ. അപ്പോൾ ഡിഫോൾട്ട് ടാക്സ് റെജിമിൽ ടോട്ടൽ ഇൻകം 12 ലക്ഷം കൂടാതിരുന്നാൽ റെസിഡൻസിന് റിബേറ്റ് വാങ്ങിക്കാം. അറിയാലോ, നോൺ റെസിഡൻസിന് റിബേറ്റ് ഇല്ല. റെസിഡൻസിന് 87 റിബേറ്റ് വാങ്ങാം. 12 ലക്ഷത്തിൽ കൂടാതിരുന്നാൽ 60,000 രൂപ, 25 ഇപ്പോൾ 60,000 രൂപ വരെ നമുക്ക് റിബേറ്റ് ക്ലെയിം ചെയ്യാം. അടിപൊളിയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അമെൻമെൻറ്റ്, ഡീഫോൾട്ട് ടാക്സ് റെജിമിൽ ഈ പറയുന്ന 87 റിബേറ്റ് എന്ന് പറയുന്ന സാധനം ഫ്ലാറ്റ് റേറ്റിൽ ടാക്സ് ചെയ്യുന്ന ഒരു ഇൻകത്തിൽ നിന്ന് തരില്ല. പണ്ട് കിട്ടുമായിരുന്നേ, ഇപ്പോൾ കിട്ടൂല.
അപ്പോൾ ഡിഫോൾട്ട് ടാക്സ് റെജിമിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ 12.5%, 111 ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ 20%, 112 ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ അപ് ടു 1.25 നിൽ, ബാക്കി 12.5, വിന്നിംഗ് ഫ്രം ലോട്ടറി, ബെറ്റിംഗ്, ഗാംബ്ലിംഗ്, കാർഡ് ഗെയിം, ക്രോസ് ഓവർ പസിൽസ്, ഹോഴ്സ് റൈസ് തുടങ്ങിയതിന് 30%. ഈ പറയുന്ന ഫ്ലാറ്റ് റേറ്റ് ടാക്സ് ചെയ്യുന്ന ഒരു ടാക്സിന് അഗൻസ്റ്റും 87 റിബേറ്റ് ഡീഫോൾട്ട് ടാക്സ് റെജിമിൽ അവൈലബിൾ അല്ല. സാർ വാട്ട് അബൌട്ട് ഓപ്റ്റ് ഔട്ട്? ഓപ്റ്റ് ഔട്ടിൽ പഴയതിനിടെ ടോട്ടലിങ് 5 ലക്ഷത്തിൽ കൂടാതിരുന്നാൽ 12,500 റിബേറ്റ് കിട്ടും. ഓപ്റ്റ് ഔട്ടിൽ റിബേറ്റ് ഫ്ലാറ്റ് റേറ്റിൽ ടാക്സ് ചെയ്യുന്ന ഇൻകത്തിൻ്റെ ടാക്സിൽ നിന്ന് കുറയ്ക്കാം. ആകെ അവിടെ തരാത്തത് പണ്ടും കിട്ടൂല, ഇപ്പോഴും കിട്ടൂല. 112 ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 12.5%. അതിനകൻസ്റ്റ് നമുക്കറിയാം 112 സ്പെഷ്യൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ അഗൻസ്റ്റ് 87 റിബേറ്റ് ഇല്ല. അത് പണ്ടും ഇല്ല, ഇപ്പോഴും ഇല്ല. മേജർ ചേഞ്ച് ഇതാണ്. ഡിഫോൾട്ട് ടാക്സ് റെജിമിലുള്ളവർക്ക് ഫ്ലാറ്റ് റേറ്റ് ടാക്സ് ചെയ്യുന്ന ഒരു ഇൻകത്തിൻ്റെ ടാക്സിന് അഗൻസ്റ്റും 87 റിബേറ്റ് ഇല്ല. ഫ്ലാറ്റ് റേറ്റ് ടാക്സിൽ നിന്ന് റിബേറ്റ് ഇല്ല. ഓപ്റ്റ് ഔട്ടുകാർക്ക് 112 ഒഴികെയുള്ള ബാക്കി ഫ്ലാറ്റ് റേറ്റിൽ നിന്ന് റിബേറ്റ് എടുക്കാം. പിന്നെ ഡിഫോൾട്ടിലെ റിബേറ്റിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ റെസിഡൻ്റ് ആയിരിക്കണം, ടോട്ടൽ ഇൻകം 12 ലക്ഷം കഴിയരുത്. ഓപ്റ്റ് ഔട്ടിൽ ടോട്ടൽ ഇൻകം 5 ലക്ഷം കഴിയരുത്. ഡിഫോൾട്ടിൽ റിബേറ്റ് 60,000 രൂപ വരെ കിട്ടാം. ആക്ച്വൽ ടാക്സ് ഒരു 60,000 വിച്ച് എവർ ഇസ് ലോവർ, അല്ലെങ്കിൽ 60,000 വരെ റിബേറ്റ് കിട്ടും. ഓപ്റ്റ് ഔട്ടിൽ 12,500. ഇതൊരു മേജർ ചേഞ്ച് ആണ്. പിന്നെ വേറെ കാര്യമായിട്ടുള്ള ചേഞ്ചുകളൊന്നുമില്ല. AMD ഒക്കെ നമ്മൾ നേരത്തെ പഠിച്ച പോലത്തെ പഴയ റേറ്റൊക്കെ തന്നെയാണ്. അപ്പോൾ മറ്റ് ചേഞ്ചുകളൊന്നും തന്നെ ഇല്ല. ഇത്രയുമാണ് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈവൻ സർചാർജിലും ചേഞ്ചുകളൊന്നുമില്ല. നമ്മൾ നേരത്തെ പഠിച്ച പോലത്തെ പിന്നെ പ്രൊവിഷൻ സർചാർജ് തന്നെയാണ്. 10%, 15, 25, 37 ഒക്കെ തന്നെയാണ്. ഇത്രയാണ് മെയിൻ അമെൻമെൻറ്റ്. ലാസ്റ്റ് മൊമെൻറ്റിൽ നോക്കുമ്പോൾ പോകുന്നതിന് മുമ്പ് ഇതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് പോകണം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഓവറോൾ ഐഡിയ കിട്ടും. പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തവരെ സംബന്ധിച്ച് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഒക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. നമ്മൾ പറയുന്ന വാക്കുകൾ കൃത്യമായിട്ട് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഇതൊക്കെ നോക്കിയിട്ട് നല്ല അടിപൊളിയായിട്ട് പോയിട്ട് അങ്ങ് ചാമ്പുക പരീക്ഷ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.